ഇന്ന് ഉത്രാടം. അപ്പോൾ പൂക്കളം ഇന്നത്തെയും കൂടി ഉള്ളൂ കേട്ടോ. നാളെ രാവിലത്തോടു കൂടി ഇന്ന് രാത്രി പൂക്കളമൊക്കെ ഇടുമല്ലോ, നമ്മുടെ തിരുവോണത്തിനുള്ള പൂക്കളം. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി പൂക്കളം ഇട്ട് നാളെ വെളുപ്പിനെ തന്നെ അത് മൂടും. അങ്ങനെയാട്ടോ ഇവിടെ ഞാൻ പറഞ്ഞു കേട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ പൂക്കളം നന്നായിട്ട് കിടന്നിട്ട് എനിക്ക് ആ വിഘ്നേശ്വരനെ മാറ്റാനേ തോന്നുന്നില്ലായിരുന്നു. അപ്പോൾ രാവിലെ അവർ പറയുന്നത് നന്നായിട്ട് കിടക്കണേ, ഇത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാറ്റുന്നത്. അങ്ങനെ തറയൊക്കെ മെഴുകി. ഇന്ന് എനിക്ക് വീടിൻ്റെ പേരെഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ പൂക്കളം ഇട്ട് അന്ന് പ്ലാൻ ചെയ്ത കാര്യമായിരുന്നു. ശിവോഹം എന്ന് എഴുതി വേണം പൂക്കളം ഇടാമെന്ന്. ആദ്യം ഒന്ന് വരച്ചു, അത് കഴിഞ്ഞ് ശിവോഹം എഴുതി, സ്ഥലം തികഞ്ഞില്ല. പിന്നെ അത് മാറ്റു, ഇച്ചിരൂടെ നീക്കി എഴുതി, പിന്നെയും തികഞ്ഞില്ല. പിന്നെ അത് മാറ്റിയിട്ട് പിന്നെ എഴുതിയപ്പം തികഞ്ഞു. അപ്പം ഞാൻ വരച്ച് മഹാദേവനൊരു സൈഡിലായി പോയി. ആ മഹാദേവനെ പിന്നെ മാറ്റി നടുക്കോട്ട് വരച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്ക് വെള്ളപ്പൂ ഇട്ടു. അത് ഫിനിഷിങ് കിട്ടിയില്ല. ആ പൂ മാറ്റി അടുത്ത പൂ ഇട്ടു. എന്നു വേണ്ട എന്തൊക്കെ കാണിച്ചു കൂട്ടാവോ അത് മൊത്തം ഇന്ന് ഞാൻ പൂക്കളത്തിൽ കാണിച്ചു. ഇത്രയും ദിവസം പൂക്കളം ഇട്ടതിൽ ഇത്രയ്ക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചൊരു ദിവസം വേറെ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് എങ്ങനെയായാലും അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് മാറ്റിയിട്ട് ഏതെങ്കിലും നേരാമണ്ണമുള്ളത് ഇട് കൊച്ചേന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്കിത് തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. എന്നിട്ട് അത്ര പെർഫെക്ഷനായിട്ട് വന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ എടുത്ത എഫേർട്ട് വയ്ക്കുമ്പം ഞാനിതിൽ ഓക്കെ ആട്ടോ. ഇങ്ങനെയെങ്കിലും എനിക്കതിനെ മഹാദേവനായിട്ടും തൃശൂലമായിട്ടും ശിവോഹം എഴുതിയതായിട്ടും എനിക്ക് തോന്നുന്നുള്ളതുകൊണ്ട് ഞാനതിൽ ഭയങ്കര തൃപ്തയാണ് കേട്ടോ. കാരണം അത്രമാത്രം ഞാനിതിൻ്റെ പുറകെ സമയം എടുത്ത് ചെയ്തതാണ്. ഒത്തിരി ലേറ്റായി വരച്ച് കഴിയാൻ, മായ്ക്കാറായില്ലോ വരച്ച് കഴിയുമ്പോഴേക്കെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്കിത് വേണമെന്ന് അന്ന് തൊട്ട് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കിത് വേണ്ടാന്ന് വെച്ച് സിമ്പിളായിട്ടുള്ളത് എന്തെങ്കിലും നോക്കാമെന്ന് തോന്നിയില്ല കേട്ടോ. ഇത് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പൂവിടൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഉത്രാട പൂക്കളം.